Hello guys, welcome back to Media Kerala. Media Kerala പുതിയൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണെന്ന് പറയാൻ കാര്യമുണ്ട്. കേരളത്തിൽ തന്നെ ട്രാവലിംഗ് നടത്തി വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഫേമസ് ആയ നമ്മുടെ സ്വന്തം മല്ലു ട്രാവലർ ഷാക്കിർ ബ്രോ. ഇന്ന് ഷാക്കിർ ബ്രോയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ആരാണ് മല്ലു ട്രാവലർ റിയൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചും കണ്ടു അറിയാം. നമുക്ക് ഷാക്കിറിൻ്റെ വിശേഷങ്ങളാണെന്ന് നമ്മൾ ചോദിച്ചറിയുന്നത്. ഷാക്കിർ എങ്ങനെയാണ് ഈ യൂട്യൂബിലേക്ക് കടന്നു വന്നത്, ട്രാവലിലേക്ക് കടന്നു വന്നത്? നമുക്ക് ഓരോന്നായി ഷാക്കിറിൻ്റെ അടുത്ത് ചോദിച്ചറിയാം. പ്രിയപ്പെട്ട ബ്രോ, എങ്ങനെയാണ് ഈ ട്രാവലിലേക്ക് കടന്നു വന്നത്? ഫസ്റ്റ് ക്വസ്റ്റൻ അത് തന്നെയാണ്, എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹം അത് തന്നെയായിരിക്കും. അല്ല, എൻ്റെ ഉപ്പാൻ്റെ വീട് ബാംഗ്ലൂരാണ്. ഉപ്പാൻ്റെ വീട്ടിൽ അങ്ങനെ ചെറുപ്പത്തിൽ എന്താണെന്നറിയില്ല, ഒരു ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്കാലത്ത് ട്രാവലിന് നല്ലൊരു പാഷനായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം സ്കൂളിൽ കൂടുന്ന സമയത്തൊക്കെ ബാംഗ്ലൂരൊക്കെ പോകും, ഉപ്പാൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെയാണ് ഒരു ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്തത്, വെക്കേഷൻ ടൈമിൽ പോകുന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, ഉപ്പ പുറത്താണ്. ഉപ്പ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ കത്തയക്കുമ്പോൾ ആ രാജ്യത്തെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ മനസ്സിൽ നമുക്ക് എന്തോ നമുക്ക് ആ രാജ്യം കാണണം, നമ്മളെ സംസ്കാരമില്ലാത്ത വേറെ സംസ്കാരം രാജ്യത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് കാണണം എന്നൊക്കെ ആഗ്രഹം വരും. ഇങ്ങനെയാണ് ശരിക്കും ഒരു ട്രാവലർ എന്നുള്ളൊരു ഫീലിംഗ് വരാറുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു യൂട്യൂബിലേക്ക് അത് ഞാൻ ഒരു യാത്ര നടത്തി നമ്മുടെ കേരളത്തിൽ നേപ്പാൾ വരെ. അതെ, അതിലൂടെയാണല്ലോ ഫേമസ് ആയത്. അതെ, പക്ഷേ ആ ഒരു യാത്രയിൽ എൻ്റെ അനുഭവങ്ങൾ ഇപ്പം 2-3 മീഡിയാസ് കവർ ചെയ്തു, ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള മാധ്യമങ്ങൾ കവർ ചെയ്തു. അപ്പം അവരൊക്കെ കവർ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ചോദ്യങ്ങൾ, അത് ജെന്യൂനാണോ, മീൻസ് ലിഫ്റ്റ് അടിച്ച് തന്നെയാണ് പോയത്, പലരും വിശ്വസിക്കുന്നില്ല, നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല. അപ്പം പിന്നെ എനിക്ക് തോന്നി എന്നാൽ പിന്നെ അടുത്ത ട്രിപ്പിന് വീഡിയോ എടുത്തിട്ട് കാണിച്ചു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ക്ലിപ്സ് എടുത്ത് നോർമൽ എഡിറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രത്തോളം ഒരു വൈറലാവുന്ന പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയാണ് പിന്നെ യൂട്യൂബിൽ തന്നെ അതിൻ്റെ ഓരോ ദിവസത്തെ എക്സ്പീരിയൻസ് ഓരോ പോലെ തീരുമാനിച്ചു. നമ്മുടെ ബ്രോയുടെ ചാനലിപ്പോൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ വേളയിൽ ഞാനൊരു കൺഗ്രാറ്റ്സ് തന്നെ പറയുകയാണ്. ആ വേളയിൽ യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അതേപോലെ അതിൻ്റെ ചിലവുകളും അതിലുപരിയാണ്. ബ്രോ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളം ചിലവാകും? അത് ചിലവുകൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ടൂറിസ്റ്റായിട്ട് പോകുന്നത്, നമ്മൾ അവിടെ ട്രാവലറായിട്ട് പോകും. എന്നിട്ട് ആ രാജ്യത്തിലെ ആൾക്കാർ ജീവിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എൻ്റെ വീട് കണ്ണൂരാണ്, ഞാൻ ഇവിടെ എറണാകുളത്ത് വന്ന് ഞാൻ ടൂറിസ്റ്റായിട്ട് ഇവിടെ വന്ന് കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ വലിയ ഫുഡൊക്കെ അടിച്ചു, അല്ലെങ്കിൽ പിന്നെ ടാക്സിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് നല്ല എക്സ്പെൻസ് ഉണ്ട്. നേരെ മറിച്ച് ഇപ്പം നിങ്ങളൊക്കെ ശർപ്പുറമൊക്കെ ചെയ്യുന്നത് പോലെ ഓട്ടോയിലൊക്കെ പോയി, ബസ്സിലൊക്കെ പോയി സാധാ ഫുഡൊക്കെ കഴിച്ചു, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലവ്. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തെ വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കുക. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, താമസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് ചോദിക്കുന്നത്, ഒരു ട്രാവലർ എന്ന് വിളിക്കുന്നതാണോ അതൊരു യൂട്യൂബർ എന്ന് വിളിക്കുന്നതാണോ ബ്രോയ്ക്ക് ഇഷ്ടം? ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 4 മാസത്തിലായിട്ട് ഒരുപാട് വീഡിയോസിലാണ്. ചാനൽ പണ്ടേ ഉണ്ടായത് എൻ്റെ ബൈക്കിൻ്റെ കുറച്ച് 2 വീഡിയോസൊക്കെ 100 വ്യൂവേഴ്സൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ഒരു ട്രാവലർ അറിയപ്പെടാൻ തന്നെയാണ് ആഗ്രഹം. കാരണം ഈ ട്രാവലറും യൂട്യൂബറും തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസം. എനിക്ക് ഒരു സെലിബ്രിറ്റി ആയി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഫാൻ ബോയ് ആയി അങ്ങനെയല്ല. ഞാൻ എന്നെ ഒരു പാഠപുസ്തകമാക്കാൻ പഠിച്ചു. എൻ്റെ യാത്രകൾ അല്ല എൻ്റെ ജീവിതം, അതിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കും, അതാണ് വേണ്ടത്. ശരിക്കും ട്രാവലറിന് മാത്രമേ അങ്ങനെ ഒരു സംഭവം നൽകാൻ പറ്റൂ. തീർച്ചയായിട്ടും അത് ശരിയാണ് കേട്ടോ. അത് പറയുമ്പോൾ ഒരു കാര്യം പറയാം, ഞാൻ തന്നെയാണെങ്കിലും പല ട്രാവൽ വീഡിയോസ് ചെയ്യുമ്പോഴും ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ബ്രോയുടെയൊക്കെ ചാനൽ കണ്ടിട്ട് കുറേയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചിലവ് ചുരുക്കും, അങ്ങനെ കുറേ കാര്യം. അടുത്തതായി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഷാക്കിറിനെയും മല്ലു ട്രാവൽ എന്ന ചാനലിനെ എല്ലാവർക്കും അറിയായിരിക്കാം, പക്ഷേ ഷാക്കിറിൻ്റെ ഫാമിലി, അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. വീട്ടിൽ ആരൊക്കെയുണ്ട്, ആ കാര്യങ്ങളെല്ലാം ഷാക്കിറിനോട് തന്നെ ചോദിച്ചത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, അനിയന് ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു പെങ്ങളുണ്ട്, അവൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് വേറെ വീട് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞു. എനിക്കൊരു 4 വയസ്സുള്ളൊരു മകനുണ്ട്, 4.5 വയസ്സുള്ള മകനുണ്ട്. അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു, മാസി ഷാക്കിർ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉമ്മയുണ്ട്, പിന്നെ ഉമ്മ ഹൗസ് വൈഫാണ്. പിന്നെ വെല്ലുമ്മയുണ്ട്, വെല്ലുമ്മ മീൻസ് ഉമ്മാടും. ഇത്രയേ ഉള്ളൂ.
യൂട്യൂബിലേക്ക് കടന്നു വരുന്ന എല്ലാ ട്രാവൽ വ്ളോഗർമാർ അല്ലെങ്കിൽ ട്രാവലേഴ്സ് അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം, അവർക്ക് കൊടുക്കാനുള്ള ഒരു പ്രചോദനമായിക്കൊണ്ട ഒരു കാര്യങ്ങൾ നമുക്ക് ഷാക്കിനോട് തന്നെ ചോദിക്കാം. ബ്രോ, എന്താണ് പുതിയതായി കടന്നു വരുന്ന യൂട്യൂബേഴ്സിനോട് പറയാം? അല്ല, യൂട്യൂബേഴ്സിനോട് എന്ത് പറയണമെന്ന് എനിക്കറിയാം. കാരണം ഞാനിപ്പോഴും യൂട്യൂബ് പഠിച്ചു വരുന്നത്. ട്രാവലേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ട്രാവൽ ചെയ്യണം മാക്സിമം. ഓരോ ആൾക്കാർക്കും ഓരോ പാഷനാണ്. ചില ആൾക്കാർക്ക് ട്രക്കിങ്ങിലായിരിക്കും, ചില ആൾക്കാർക്ക് എന്താ പറയുക ഒരു പ്രകൃതി ഭംഗികൾ ആസ്വദിക്കാൻ പറ്റുന്നത്, ചില ആൾക്കാർക്ക് ജനങ്ങൾക്കിടയിൽ ഇറങ്ങാനായിരിക്കും. എൻ്റെ പേഴ്സണലി ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള എനിക്ക് താല്പര്യം. എനിക്ക് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരുടെ ഭാഷ പഠിക്കാൻ, അവരുടെ സംസ്കാരം പഠിക്കാൻ, അതുപോലെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാൻ, അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. എനിക്കതാണ് ഇഷ്ടം. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് മാച്ചാണ് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ നിങ്ങൾ അതൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഇടുവാണെങ്കിൽ മെയിനായിട്ടും നിങ്ങളാദ്യം മറ്റുള്ളവരെ കോപ്പി അടിക്കാതെ, മീൻസ് മറ്റ് യൂട്യൂബേഴ്സിന് കോപ്പി അടിക്കാതെ നിങ്ങളുടേതായ രീതിയിൽ ഒരു സ്റ്റൈൽ ഉണ്ടാക്കാൻ നോക്കുക. കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരുടെ അടുത്തൊക്കെ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അടുത്തില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് വേണം. അത് മെയിനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഭാഷയുടെ കാര്യം ഷാക്കിർ പറഞ്ഞപ്പോഴാണ്, ഈ രാജ്യങ്ങളും കേരളത്തിന് പുറത്തുമാണെങ്കിലും ഇപ്പോൾ ആഫ്രിക്കൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്, അങ്ങോട്ട് പോകുമ്പോഴും ഭാഷയുടെ ഒരു കാര്യത്തിൽ എങ്ങനെയായിരിക്കും അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ആരെങ്കിലും ഉണ്ടാവും? അല്ല, നമ്മൾ ഇപ്പോൾ അടുത്ത ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്. ആഫ്രിക്കൻ രാജ്യത്തിനെ പറ്റി നമ്മൾ ഒരുപാട് തെറ്റായ കാഴ്ചപ്പാട് നമ്മൾ മലയാളികൾ പൊതുവെ എല്ലാവർക്കും എടുക്കും. കാരണം അത് ദരിദ്ര രാജ്യമാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷൊക്കെ നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ജനങ്ങളാണ്. നമ്മളുടെ ഞാൻ പറയുന്നതിനേക്കാൾ ഫ്ലുവൻ്റായിട്ട് അവിടുത്തെ ഒരു കൊച്ചു പയ്യൻ വരെ പറയും. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആഫ്രിക്കൻ കൺട്രീസിൽ ഈ ഭാഷ അത്ര വലിയ പ്രശ്നമൊന്നും. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലുള്ള ആപ്പ് യൂസ് ചെയ്യും. പിന്നെ ചോദിക്കാനുള്ളത് ഒരു രസകരമായ ചോദ്യമാണ്, ഇത്ര യാത്രകൾ നടത്തിയിട്ട് ഫുഡ് കഴിച്ചവിടെ നിന്ന് പണി കിട്ടിയിട്ടുണ്ടോ എന്ന്? പിന്നെ ഞാൻ ഇപ്പം എന്നോട് ഒരാളിപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു സപ്പോർട്ടർ ചോദിച്ചു ഫുഡ് ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറ്റില്ല. കാരണം ഫുഡ് ബ്ലോഗ് എന്ന് പറയുമ്പം അവർ ഓൾമോസ്റ്റ് അവിടെ സെറ്റാക്കി വെച്ചു. അവർ ഫുഡ് കഴിക്കുന്നില്ല, കുറച്ചേ കഴിക്കുള്ളൂ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ. നമ്മുടെ ബിൻ ബ്രോയിനെ എനിക്കറിയാം. അദ്ദേഹമൊക്കെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, നല്ല നല്ല ഭക്ഷണം ഉണ്ടായിക്കോട്ടെ, അദ്ദേഹം കുറച്ചേ കഴിച്ചുള്ളൂ. അങ്ങനെ ബ്ലോഗേഴ്സ് അങ്ങനെയാണ്. പക്ഷെ നമ്മളൊരു റിയൽ ലൈഫിൽ നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലായിരിക്കും. അവിടെയൊക്കെ നമ്മൾ ഫുഡ് ബ്ലോഗ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ വരും. ഇപ്പോൾ കഴിഞ്ഞ ട്രിപ്പ് തന്നെ എനിക്ക് ഒരുപാട് ലൂസ് മോഷൻ വന്നിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ അതൊക്കെ ബിൻ ബ്രോനെ പോലുള്ള ഫുഡ് ബ്ലോഗേഴ്സ് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്. നമുക്ക് ട്രാവൽ ബ്ലോഗ് മതി. പിന്നെ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാമല്ലോ. ഒരു യാത്ര, ഒരു ലോങ് ട്രിപ്പിന് നമ്മൾ പുറപ്പെടുമ്പോൾ കയ്യിൽ എന്തെല്ലാം കരുതണം എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിന് ഒരു സൊല്യൂഷൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഉത്തരം പറയാതെ അതിന് പ്രാക്ടിക്കലി ഞാൻ സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു മല്ലു ട്രാവലർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു വെബ്സൈറ്റ്, ഒരു ആപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തു. വെബ്സൈറ്റ് ഇപ്പം www.mallutravel.com അടിച്ച് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളത് ലോഗിൻ ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ വീട് എവിടെയാണോ ആ ഒരു വീട്, പിന്നെ ലൊക്കേഷനിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ, മീൻസ് നാളെ ഒരു ട്രാവലർ ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫുഡ്, റൂം, അങ്ങനെ കുറച്ചുകൂടി ഐറ്റംസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഇത് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു 1 year കൊണ്ട് എല്ലാ മലയാളികളും ഈ ഒരു ആപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ അവരുടെ ഡാറ്റാസ് സേവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2020 മലയാളികൾക്ക് ഇന്ന് 15,000-20,000 മുടക്കി നിങ്ങൾ നടന്ന ലഡാക്ക് അല്ലെങ്കിൽ അതുപോലെ യാത്രകൾ ഒരു 4,000-3,000 രൂപ, 4,000-5,000 രൂപ തീർക്കും. കാരണം ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ മാത്രമേ ഇവിടെ ചിലവ് വരുന്നുള്ളൂ. ലഡാക്കിലുള്ള മലയാളികൾ അല്ലെങ്കിൽ ആ പോകുന്ന വഴിക്കുള്ള മലയാളികൾക്ക് ഇതുപോലെ സഹായിക്കാനുള്ള മനസ്സുകൊണ്ട് അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മുഖേന നമുക്ക് ഒരു ദിവസം ഒരാൾക്ക് സഹായം കൊടുക്കാൻ നമ്മൾ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൽ ആപ്പ് പുറത്തിറങ്ങിയ ഡീറ്റെയിലായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും. പിന്നെ രസകരമായ അടുത്തൊരു ചോദ്യമാണ്, ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വീട്ടിൽ വൈഫും കുട്ടികളും അമ്മയും എല്ലാവരും ഉണ്ട്, ഇവർക്കൊക്കെ കാണാൻ കിട്ടുന്നുണ്ടോ? അവരുടെ പരാതിയും കാര്യങ്ങളാണ് നമുക്കത് ചോദിച്ചറിയാറുള്ളത്. അല്ല, അത് ഇപ്പം കുറച്ചായിട്ട് പരാതി വരുന്നുണ്ട് വീട്ടിൽ, നിങ്ങളുടെ വൈഫിനൊക്കെ വരുന്നുണ്ട്. കാരണം ഒന്നാമത് നല്ല തിരക്ക് വരുന്നുണ്ട്, ഒരുപാട് ഫോൺ കോൾസ് കാര്യങ്ങൾ, പരമാവധി എല്ലാ കോളും അറ്റൻഡ് ചെയ്യും. കാരണം നമ്മൾ സപ്പോർട്ടേഴ്സാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കോൾ വരും. അപ്പം കോൾ വരുമ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല, എടുക്കും, സംസാരിക്കും. അപ്പോൾ അത് ചെറിയൊരു തരത്തിൽ അവർക്ക് പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് കാര്യം അറിയാം, നമ്മൾ പ്രൊഫഷനായിട്ട് മാറി എന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പൊരുത്തപ്പെട്ട് പോകണം. പിന്നെ അതേപോലെ ചോദിക്കാനുള്ളത് വേറെ കാര്യമുണ്ട്. ഒരു ജൂനിയർ മല്ലു ട്രാവലർ വളർന്നു വരികയാണ്, അവൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, വിശേഷങ്ങൾ എങ്ങനെയാണ്? ക്യാമറ എടുത്തിട്ട് ഷാക്കിർ പറഞ്ഞിട്ടുണ്ട്
ക്യാമറ എടുത്ത് എന്നേക്കാളും ചുമ്മാ എടുത്തിട്ട് വ്ലോഗ് ചെയ്യുന്നതിനൊക്കെ കാണിക്കും. അവനെങ്ങനെ ഇത്ര ചെറുപ്പത്തിൽ? അല്ല, അവൻ ആക്റ്റീവാണ്. കാരണം ഞാനാണ് അവനെ കെയർ ചെയ്തത്. അപ്പം അവൻ ആ ഒരു ബ്രില്യൻ്റ് അവൻ്റെ കയ്യിലുണ്ട്. അവനിങ്ങനെ ഞാൻ അതിന് ഗോപ്രോ എടുത്ത് നോക്കുമ്പോൾ അതിൽ അവൻ്റെ വ്ളോഗുകളാണ്, അവന് റൂമൊക്കെ കാണിക്കുന്ന വ്ളോഗുകൾ. അപ്പം ജസ്റ്റ് ഞാനൊരു ചാനൽ രീതിയിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അത് വേറെ ഒന്നല്ല, ഞാനൊരു സ്റ്റെപ്നി ചാനൽ അങ്ങനെ രീതിയിലാണ്. കാരണം എൻ്റെ ചാനലിൽ ഇപ്പോൾ ഒരുപാട് വിഷൻ വരുന്നുണ്ട്. അത് ആരൊക്കെയോ അതിനെ പണിതരാണൊക്കെ വരുന്നത്. അപ്പം ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം ഉറങ്ങി എണീറ്റും എൻ്റെ ചാനൽ അവിടെ ഇല്ലെങ്കിൽ എൻ്റെ സപ്പോർട്ടേഴ്സ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു ചാനൽ വേണമെന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ പേരിൽ ചാനൽ ക്രിയേറ്റ് ചെയ്ത്, മാസി ഷാക്കിർ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേരിൽ ചാനൽ ക്രിയേറ്റ് ചെയ്തു. പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ആസ്വദിക്കാൻ മാത്രമല്ല അതിലൊത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഗൗരവപൂർവ്വം തന്നെ നമുക്ക് ഷാക്കിറിൻ്റെ അടുത്ത് ചോദിച്ചറിയാം. ഷാക്കിർ, എങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? ഇഷ്ടമാണ് പലപ്പോഴും പല നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് തന്നെ പോയാൽ നമുക്ക് ഭയക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും. യാത്രകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് ഇപ്പോൾ 2 തരത്തിൽ യാത്ര, ഒന്ന് ഒറ്റയ്ക്കുള്ള യാത്രകളും മറ്റൊന്ന് ഗ്രൂപ്പായിട്ടുള്ള യാത്രകളും. അപ്പം അതിൽ രണ്ടും നെഗറ്റീവും വരുന്നുണ്ട്, പോസിറ്റീവും വരുന്നുണ്ട്. ഇപ്പം ഒറ്റയ്ക്കുള്ള യാത്രകളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കെയർ ചെയ്യാൻ ആളുണ്ടാവും. നമ്മൾ കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഒരുമിച്ച് ഫൈറ്റ് മീൻസ് അടിയല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ, ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പാണ്, അപ്പോൾ സേഫ് ആയിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഞാനിപ്പം പോകുന്നത് എന്താ പറയുക, ഇപ്പം ഞാൻ പോയത് മ്യാൻമറിലേക്കാണെങ്കിൽ ഒരു മ്യാൻമറിലെ ആൾക്കാരുടെ കൂടെ നമ്മൾ കമ്പനി അത് ലോക്കൽസുമായിട്ടൊക്കെ കമ്പനിയായി അവരോടൊക്കെ സംസാരിച്ച് നമ്മളെപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും. അതാണ് നമ്മുടെ മെയിൻ ആയുധം എന്ന് പറയുന്നത്. എത്ര വലിയ ആൾക്കാർ നമ്മുടെ മുമ്പിൽ വന്നാലും ചിരിച്ചുകൊണ്ട് നല്ല ആക്റ്റീവായിട്ട് സംസാരിച്ചു തീർച്ചയായിട്ടും അവരിലൊരാളായിട്ട് നമ്മളെ ഏറ്റെടുക്കും. അതാണ് വേണ്ടത്. പിന്നെ നമ്മുടെ സംസാര ശൈലി അത് വലിയൊരു ഭാഗമാണ് യാത്രയിൽ. നമ്മുടെ സേഫ്റ്റിയുടെ സംസാര ശൈലി, ചില ആൾക്കാരൊക്കെ എന്താ പറയുക, ഒരു സാധാരണ സംസാരമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, സാധാരണക്കാർ എല്ലാവരും അംഗീകരിക്കും. പക്ഷേ സംസാര ശൈലിയിൽ മാറ്റം വന്ന കുറച്ചൊരു ഗൗരവത്തിലൊരു ഭയപ്പെടുത്തുന്ന പോലെ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും സഹായങ്ങളും കിട്ടാൻ ചാൻസ് വളരെ പിന്നെ ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സാധാരണഗതിയിൽ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ സിനിമ നടനേക്കാളും അപ്പുറത്തുനിന്നൊരു ചിന്താഗതിയാണ് ചിലവൻ. പക്ഷേ ബ്രോ ഇത്ര 1,00,000 സബ്സ്ക്രൈബേഴ്സായി ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചാലും പുള്ളിക്ക് ആരും പ്രശ്നമില്ല. ചങ്ക് പടിയാണ്ടോ, അത് വേറെ കാര്യം. ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്ര ആളായി, ഞാൻ എന്തൊക്കെയായി, യൂട്യൂബേഴ്സിൽ കുറച്ച് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആളായി എന്ന് പറയുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ബ്രോയ്ക്ക് അതിന് എന്താണ് പറയുന്നത്? ബ്രോയുടെ ചാനലിൽ തന്നെ പറഞ്ഞതാണ് എങ്കിലും. അല്ല, അത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഉറങ്ങി നാളെ എഴുന്നേറ്റ് ചാനലിൽ കയറുന്നു. പിന്നെ അവിടെ മല്ലൂർ ട്രാവലർ എന്നുള്ള ചാനലാണ്. പക്ഷേ ഷാക്കിർ എന്നുള്ള വ്യക്തി അവിടെ ഉണ്ട്. നാളെ ഇപ്പം എൻ്റെ ചാനൽ ഡിലീറ്റ് ആയിപ്പോയി. ഞാനിപ്പോൾ ശരത് ഭായിയുടെ അടുത്ത് വന്നു. പിന്നെ ശരത് ഭായി ആയി, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു ചാനൽ ഉടമയാണ് നിങ്ങൾ, എനിക്ക് ചാനലേ ഇല്ല. ഞാൻ നാളെ താഴെ തട്ടിലേക്ക് പോയി. നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മൾ അതുപോലെ കീപ്പ് ചെയ്യുക. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ യൂട്യൂബറാണെന്നുള്ളൊരു ഭാവം കാണിക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബ് എന്ന് പറയുന്നത് ആരുടെയോ ചാനലാണ്, നമുക്കതിൽ അവർ സ്പേസ് തന്നുള്ളൂ. 7 നിമിഷം വേണമെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ അതെന്തെങ്കിലും ഇഷ്യൂ വന്ന് ടെർമിനേറ്റ് ചെയ്യാം അത് നോക്കിയിട്ടല്ല. പക്ഷേ ഒരു ട്രാവലർ എന്ന് പറയുന്നത് മരണം വരെ ഉണ്ടാവും ആ ഒരു പേര്. എന്നെ ഇപ്പം ശരത് ഭായി പറഞ്ഞതുപോലെ ചിലപ്പം ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഇതുപോലെ പറയാൻ കഴിഞ്ഞു, അതായിരിക്കും എൻ്റെ വിജയം. തീർച്ചയായും. ബ്രോയുടെ അടുത്ത് നമുക്ക് അടുത്തതായി ചോദിക്കാനുള്ളത് അടുത്ത ട്രിപ്പും അടുത്ത പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഹെവി ട്രിപ്പാണ്. എല്ലാവർക്കും ഒരു ദരിദ്ര രാജ്യം എന്ന് പറയുന്നത് ഒരു രാജ്യം, അത് ബ്രോയുടെ വായിത്താൻ നിങ്ങൾക്ക് അറിയാം. അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടുള്ള പ്ലാനിങ് കാര്യം. ഞാൻ ഈ ഫെബ്രുവരി 6 നൈറ്റ് പോകുന്നത് ആഫ്രിക്കയിലേക്കാണ്. ബാക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാക്ക് പാക്ക് എന്ന് വെച്ചാൽ റോഡ് മാർഗം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചിലവ് ചുരുക്കിയ യാത്രയാണ്. അവിടെ ഒരുപാട് മലയാളികൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷം, സപ്പോർട്ടിങ് ഒരുപാട്. പൊതുവെ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പം നമ്മൾ വലിയ തോക്ക് പിടിച്ച സൊമാലിയക്കാർ അതുപോലെ പട്ടിണിപ്പാവും അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പം അവിടുത്തെ ആൾക്കാരെ പൊതുവെ കള്ളന്മാരും അങ്ങനെയൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. പക്ഷേ അത് തെറ്റാണെങ്കിൽ അങ്ങനെ ആ ഒരു ചിന്താഗതി തെറ്റാണ്. തീർച്ചയായിട്ടും അവരിപ്പോൾ നേരിട്ട് കണ്ട് അത് ഷൂട്ട് ചെയ്ത് എല്ലാവരും കാണിച്ചു, എല്ലാവരുടെ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്ത മാറ്റി ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ആഫ്രിക്കൻ ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ ന്യൂസിലാൻഡ് അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് പോകും. ചിലപ്പോൾ നാട്ടിൽ വന്നിട്ട് പോകും. ഇതൊക്കെയാണ് ഇപ്പം വരാൻ പോകുന്നത്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ യാത്രകൾ എന്ന് പറയുന്നത് എനിക്ക് ആസ്വദിക്കാൻ മാത്രമല്ല, മറ്റുള്ളവർക്ക് അതൊരു പാഠം കൂടി ആയിരിക്കണം. അത്രയേ ഉള്ളൂ എനിക്കൊരാഗ്രഹം. ട്രിപ്പിൾ പോകുമ്പോൾ വീട്ടിൽ നിന്ന് വൈഫിൻ്റെ ഒക്കെ നല്ല ചീത്തയൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമത് സാമ്പത്തികപരമായിട്ടൊക്കെ പ്രശ്നം. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്ക് മാസം കുഴപ്പമില്ലാത്ത ഒരു ഏണിങ്സ് വരുന്നുണ്ട്.
അപ്പം ഒരു ആഡ്സൻസിൻ്റെ റവന്യൂ ഏർണിങ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ഈ ട്രിപ്പിൻ്റെ പൈസയുടെ കുറിച്ചൊക്കെ എനിക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റും പലപ്പോഴും എൻ്റെ അടുത്ത് തന്നെ പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് പൈസയൊക്കെ കിട്ടിയോ യൂട്യൂബിൽ നിന്ന്? അതിനോട് ഞാനൊരു കാര്യം ചേർത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ക്യാഷ് കിട്ടുന്നൊന്നുമില്ല. അതേപോലെ യൂട്യൂബിൽ നിന്ന് കംപ്ലീറ്റ് ഏർണിങ്സ് ഉണ്ടാക്കിയാലും നമ്മൾ ചെയ്യുന്ന ഒരു ട്രാവൽസിന് അതും മുതലാവത്തില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എനിക്കിപ്പോൾ ആഫ്രിക്കൻ ട്രിപ്പിന് എനിക്ക് എക്സ്പെൻസ് ആകുന്ന ആ ഒരു പൈസയുടെ പകുതി മാത്രമേ എനിക്ക് യൂട്യൂബിൽ ആ വീഡിയോസ് കിട്ടുന്നത് ഉറപ്പാണ്. പക്ഷെ കുഴപ്പമില്ല, എന്താ അറിയോ, നമുക്ക് പണം എന്നതിലപ്പുറം നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ കിട്ടി. ഞാനിപ്പം ഒരു രാജ്യത്ത് പോകാൻ വേണ്ടി പ്ലാൻ, ഇപ്പോൾ ന്യൂസിലാൻഡ് തന്നെ വിസ അപ്ലൈ ചെയ്ത് കിട്ടാനായിട്ടുള്ള അപ്പോഴത്തേക്ക് ന്യൂസിലാൻഡ് ആൾക്കാർ ബുക്ക് ചെയ്തു, അവർ സെറ്റാക്കി ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഏതൊക്കെ രാജ്യത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മലയാളികൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് വരുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. അത് എത്ര പൈസകളുള്ള നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം സുഭാഷ് പാർക്കിലാണ്. അപ്പോൾ എനിക്കൊരു ചോദ്യം, എന്താണ് ചെറിയ വള്ളിക്കെട്ട് ചുറ്റിക്കളിക്കാണോ ഇവിടെ? അല്ല, ഞാനിവിടെ നമ്മുടെ വാണ്ടറിങ് കേരളൈറ്റ്സും ഇൻസ്റ്റാഗ്രാം കൂട്ടായ്മയുണ്ട്. അവരുടെ ഗേൾസ് ട്രാവലേഴ്സിന് ഒരു മീറ്റപ്പ് ഉണ്ട്. ഞാൻ അതിന് അപ്പിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിപ്പം അത് ഓൾറെഡി കഴിഞ്ഞു. ഇനി അടുത്തത് അവരുടെ തന്നെ ബോയ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട് ചെറായി ബീച്ചിൽ വെച്ചിട്ട്. അവിടെയാണ് ഈ പോകുന്നത്. ഞാനിപ്പോൾ ഇന്നലെ രാത്രി 1 മണിക്ക് റൈഡ് ചെയ്തിട്ട് വന്നു അവരുടെ കൂടെ റൈഡ് ചെയ്തിട്ട്. അതിൻ്റെ ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ മുഖത്തിട്ട്. ശരിയാണ്. ഈ ചുരുങ്ങിയ വേളയിലും ബ്രോ ഒത്തിരി ടയേർഡാണ്. ഇനി അടുത്തൊരു മീറ്റപ്പും കൂടെ ഉണ്ട്. നമുക്ക് ഏതായാലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മളങ്ങനെ ഉറപ്പിക്കുന്നില്ല, ആകെ ടയേർഡാണ് ആള്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട് ബൈ ശരത് ബ്രോ.